ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ 8 അടി പൊക്കമുള്ള രാക്ഷസ തിരകൾ ഉയരുന്ന കടൽ മേഖല ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. 2022 ലോക സമുദ്ര മേഖലയിൽ അത്ഭുതമുളവാക്കിയ ഒരു സംഭവം നടന്നു. 107 വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്കയിൽ മറഞ്ഞ പ്രശസ്ത കപ്പലായ എൻഡൂറൻസ് കടലിനടിയിൽ നിന്നും കണ്ടെത്തി. വിഖ്യാത ബ്രിട്ടീഷ് ഐറിഷ് പര്യവേഷകനായ സർ ഏർണസ് ഷാക്കിൾട്ടണിന്റെ കപ്പലായിരുന്നു ഇത്. 1915 അന്റാർട്ടിക്കയ്ക്ക് സമീപം തണുത്തുറഞ്ഞ സമുദ്രമഞ്ഞിലിടിച്ച് കപ്പൽ തകർന്നു മുങ്ങിയത്. ഇതിലുണ്ടായിരുന്ന ഷാക്കിൾട്ടണും സംഘവും തുടർന്ന് ചെറിയ ബോട്ടുകളിലും മഞ്ഞിൽ കാലുറപ്പിച്ചും നടന്ന് രക്ഷപ്പെട്ടിരുന്നു. അന്റാർട്ടിക് പര്യവേക്ഷണ ചരിത്രത്തിലെ അത്ഭുതകരമായ രക്ഷപ്പെടലുകളിലൊന്നായിരുന്നു ഇത്. ഷാക്കിൾട്ടൺ ചില്ലറക്കാരനല്ലായിരുന്നു, കറതീർന്ന സാഹസികനായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും ദുഷ്കരമായ സമുദ്രമേഖലയായ ഡ്രേക്സ് പാസേജിലൂടെ ഒരു സാധാരണ ബോട്ടിൽ സഞ്ചരിച്ചു എന്നത് തന്നെയാണ് ആ സാഹസികതയുടെ വലിയ തെളിവ്. എൻഡൂറൻസ് തകർന്ന ശേഷം സൗത്ത് ജോർജിയ എന്ന സ്ഥലത്തെത്താനായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. 15 ദിവസമെടുത്തു ഈ യാത്ര. പഴയ കാലത്ത് അന്റാർട്ടിക്ക ലക്ഷ്യമിട്ട പര്യവേക്ഷകരുടെ പേടി സ്വപ്നമായിരുന്നു ഡ്രേക്ക് പാസേജ്. 1525 സ്പാനിഷ് സഞ്ചാരിയായ ഫ്രാൻസിസ്കോ ഡി ഹോക്സ് ആണ് ഈ മേഖല കണ്ടെത്തിയത്. തെക്കൻ അമേരിക്കയുടെ തെക്കൻ മുനമ്പായ കേപ്പ് ഹോണും അന്റാർട്ടിക്കയുടെ ഭാഗമായ സൗത്ത് ഷെറ്റ്ലൻഡ് ദ്വീപുകൾക്കുമിടയിൽ 800 കിലോമീറ്റർ വീതിയിലും 1000 കിലോമീറ്റർ നീളത്തിലും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഡ്രേക്ക് പാസേജ്. ലോകത്തിലെ 2 വൻ സമുദ്രങ്ങളായ പസഫിക്കും അറ്റ്ലാന്റിക്കും കണ്ടുമുട്ടുന്ന ഇടമെന്ന പ്രത്യേകതയും ഡ്രേക്കിനുണ്ട്. ഉയർന്ന തോതിൽ കാറ്റടിക്കുന്ന മേഖലയാണ് ഡ്രേക്ക് പാസേജ്. അടുത്തെങ്ങും കരഭാഗമില്ലാത്തതിനാൽ വലിയ വേഗത്തിലാണ് ഇവിടെ വെള്ളം നീങ്ങുന്നത്. 1616 ആദ്യമായി ഇതുവഴി ഒരു കപ്പൽ യാത്ര ചെയ്തത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികനായ വില്യം ഷോർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നേട്ടം. ഇവിടെ യാത്ര ചെയ്തിരുന്ന നാവികരിൽ പലരും 8 അടി പൊക്കത്തിൽ വരെ തിരകൾ ഉയർന്നു പൊങ്ങിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം വെള്ളമൊഴുകുന്ന മേഖലയായതിനാൽ ജലത്തിന് വലിയ ശക്തിയുമാണിവിടെ. അന്റാർട്ടിക്കയിലേക്ക് മനുഷ്യരെത്തുന്നതിന് വലിയ തടസ്സമായി നിന്ന കാരണങ്ങളിലൊന്ന് ഡ്രേക്ക് പാസേജ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഡ്രേക്ക് പാസേജ് വഴിയുള്ള അത്രയൊരു വലിയ വെല്ലുവിളിയല്ല. അത്യാധുനിക കപ്പലുകളുടെ സഹായത്താൽ സുരക്ഷിതമായി ഇതുവഴി പോകാം. എന്നാൽ കടൽ ചൊരുക്ക് ഇവിടെ രൂക്ഷമായി അനുഭവപ്പെടാറുണ്ടെന്ന് പല നാവികരും സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.